പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് എളിദാസനെ ഒരിക്കൽ കൂടി അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ആ കെട്ടിടത്തിൽ ധ്യാനം നടക്കുകയായിരുന്നു. കുറച്ചേറെ ആളുകൾ വന്നിരുന്നു. അവരെയൊക്കെ വെച്ച് 3 ദിവസത്തെ ധ്യാനം നടന്നു. അവർ നല്ല വചനം ശ്രവിച്ച്, പ്രത്യേക രീതിയിലുള്ള വചനങ്ങളൊക്കെയാണ് അവർ ശ്രവിച്ചത്. കാരണം യേശുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും ധ്യാനങ്ങളും നമ്മുടെ കേരളത്തിലോ ഇന്ന് ലോകത്തൊരിടത്തുമില്ല. ഈ എളിയദാസിൻ്റെ ധ്യാനവും ചാനലും മാത്രമേ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളെയും പൂർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു എപ്പോഴാണ് ഭൂമിയിലേക്ക് വരുന്നത്, ആ വരുമ്പോൾ ഉണ്ടാകുന്ന ശരിയായ അടയാളം എന്ത്, മനുഷ്യ ശരീരത്തിന് വരുന്ന മാറ്റമെന്ത്, ഈ പ്രപഞ്ചം എടുത്തു മാറ്റപ്പെടും, അതിനുശേഷം സൗരയൂഥം വരെ ഇല്ലാതെ ആയിക്കൊണ്ട് പിന്നെ ഒന്ന് പാതാളവും ഒന്ന് സ്വർഗവും, അതെങ്ങനെയാണ് രൂപം പ്രാപിക്കുന്നത്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്ത് കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത്, അത് വിശ്വസിക്കാമോ ഇല്ലയോ, അത് അവിശ്വസനീയമാണോ വിശ്വസനീയമാണോ, എന്ത് അടിത്തറയാണ് അതിനുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും വചനപരമായിട്ടും അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും അതീന്ദ്രിയ ജ്ഞാനത്തിലും അവർക്ക് ക്ലാസ് കൊടുക്കുകയും അവർ വളരെയേറെ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും കാലഘട്ടം ക്ലാസ് ഇടാൻ പറ്റാതെ പോയത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ചുരുങ്ങിയ കാലമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കൈവിരളിൽ എണ്ണാവുന്ന അത്രയും കാലമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഒരു 3-4 വീഡിയോയ്ക്ക് അപ്പുറം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2033 1000 കൂട്ടുക, ആ കിട്ടുന്ന തുകയിൽ നിന്ന് വീണ്ടും 1000 കൂട്ടുക. അത് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല. വീണ്ടും ഞങ്ങൾ പറയുന്നത് 2027 പ്രത്യേകത പറഞ്ഞ് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ആ കാലഘട്ടങ്ങളിൽ ചെയ്ത വീഡിയോകളുടെ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തുടർന്ന് നടക്കുക തന്നെ ചെയ്യും. അതിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 27 അടുക്കാറാകുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വിമാനം ഉണ്ടാക്കാൻ അറിയാം. കേരളത്തിൽ കൊച്ചിയിൽ കപ്പൽ നിർമ്മാണശാലയുണ്ട്, കപ്പലുണ്ടാക്കാൻ അറിയാം. ബാംഗ്ലൂർ, ഹൈദരാബാദിലൊക്കെ വിമാനം ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്, വിമാനം ഉണ്ടാക്കാൻ അറിയാം. നമുക്ക് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട് കേരളത്തിൽ തുമ്പയിൽ, അത് നമുക്കറിയാം. പിന്നെ ഒഡീഷ സ്ഥലത്ത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട്, അത് നമുക്കറിയാം. പിന്നെ എന്തെല്ലാം കാറ്, കപ്പൽ, വിമാനം, റോക്കറ്റുകൾ, പിന്നെ എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഇന്ത്യയിലും മറ്റു രാഷ്ട്രങ്ങളിലും ഇന്ത്യയിലും അറിയാം. പക്ഷേ ഈ ലോകത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അറിയത്തില്ലാത്ത ഒരേ കാര്യം ദൈവവചനമാണ്. ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ ഏത് കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടും, ഏത് കാലഘട്ടത്തിൽ അത് തുടങ്ങി ഏത് കാലഘട്ടത്തിൽ അവസാനിക്കും, ആ കാലഘട്ടം എവിടെ എത്തി എന്ന് മാത്രം ബുദ്ധിയും ബോധം ഉണ്ടെന്ന് നടിക്കുന്ന നമ്മുടെ ക്രിസ്ത്യാനികൾക്കും സഭയ്ക്കും ഇന്നും അത് മാത്രം മനസ്സിലായിട്ടില്ല. ബാക്കി നമ്മുടെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ അവർക്കും ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുണ്ടോ, അത് വരാറായോ, അതിൻ്റെ ശാസ്ത്രീയമായ തെളിവെന്ത് എന്നുള്ളതിനെപ്പറ്റി ആർക്കും അറിയത്തില്ല. എന്നാൽ അതിൻ്റെ ഓരോ മണൽത്തരികളെക്കുറിച്ചും, ഏത് കാലഘട്ടത്തിൽ എന്ത് സൃഷ്ടിക്കപ്പെട്ടു, അതിപ്പോൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നു, ഇനി യേശുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ സ്ഫോടനങ്ങൾ, വലിയ ആണവ സ്ഫോടനങ്ങൾ എപ്പോഴുണ്ടാകും, എങ്ങനെ ഉണ്ടാകും, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട്, വളരെ ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് എളിയദാസിൻ്റെ ക്ലാസ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ധ്യാനം നടന്ന സമയത്ത് ഒരു ചെറിയ വീഡിയോ അതിനകത്ത് ഇപ്പോൾ ഇട്ടിരുന്നു. കുറച്ച് 10-400 ആൾക്കാർ കാണുകയുണ്ടായി. അതിൻ്റെ അടിയിൽ കമൻ്റ് ഉണ്ട്, വിഗ്രഹാരാധന തുടങ്ങിയോ, ഇത് നല്ല പരിപാടിയില്ല, ഇത് വിട്ടിത്തം കാണിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കമൻറ്റ് ഇട്ടോ, നല്ല കമൻറ്റ്, ധാരാളം കമൻറ്റ് ഇട്ടു. എന്തേലും കമൻറ്റ് ഇട്ടാലും ഒരു പ്രശ്നമില്ല, സന്തോഷം നിർബന്ധമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഗ്രഹിക്കേണ്ടവർ ഗ്രഹിക്കുകയും കേൾക്കേണ്ടവർ കേൾക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അത്രയും പേര് അവിടെ വന്നത്. ഇനിയും അതിൻ്റെ ഇരട്ടി ആൾക്കാർ വരാൻ വേണ്ടി ബുക്കിംഗ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്,
അപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വന്നോട്ടെ. എന്നുകൊണ്ട് വീഡിയോ കൂടെ പറയുമ്പോൾ കമൻറ്റൊക്കെ വരും, വന്നതിന് പ്രശ്നമൊന്നുമില്ല, സന്തോഷമുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ തലയിൽ അടുത്ത് തന്നെ വീഴുമ്പോൾ എല്ലാം ശരിയായിക്കോളും, പെട്ടെന്ന് കാര്യങ്ങൾ ശരിയായിക്കോളും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീണ്ടും എന്നെ വിളിച്ച് ആ ധ്യാനകളി വന്നവർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് എൻ്റെ ഇതുപോലെ വീണ്ടും ധ്യാനം ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ജൂൺ മാസം രണ്ടാമത്തെ ഞായർ, തിങ്കൾ, ചൊവ്വ അങ്ങനെ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജൂൺ മാസത്തെ രണ്ടാമത്തെ വ്യാഴം, വെള്ളി, ശനിയോ അല്ലെങ്കിൽ അതേതാണെന്ന് വ്യക്തമായിട്ടൊന്നും പറയാം. പക്ഷേ ആദ്യത്തെ അല്ലെങ്കിൽ ജൂൺ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ദിവസങ്ങളിലായിരിക്കും ധ്യാനം നടക്കുക. ആൾ കൂടുതലുണ്ടെങ്കിൽ ഒരു മാസം 2 ധ്യാനം വെച്ച് ചെയ്യും. ആൾ ഒരു മീഡിയമായിട്ട് ആളെ സ്വീകരിക്കുന്നുള്ളൂ. ഒരു 100-200 ആളുകൾ എന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ആകെപ്പാടെ പ്രതീക്ഷിക്കുന്നതും വരാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു 40 ആളേ ഉള്ളൂ. 30-40 ഇടയ്ക്ക് ആൾക്കാർ വന്നാൽ മതി. അതിൽ കൂടുതൽ 5000-10,000 എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വന്നിട്ടൊരു കാര്യമില്ല. കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എന്തുമാത്രം 10,000-ങ്ങൾ ലക്ഷങ്ങൾ അണിനിരുന്ന് ധ്യാനം കേൾക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വലിയ ഓഡിറ്റോറിയങ്ങളിൽ പന്തകൊസ്തുകാരുടെ വലിയ പ്രസംഗങ്ങൾ, കൺവെൻഷനുകളൊക്കെ കേൾക്കുന്നുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ നമുക്കറിയാം മാരാമൻ കൺവെൻഷൻ വഴി കേൾക്കുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? എല്ലാ കൊല്ലവും മാരാമൻ കൺവെൻഷനാണെന്ന് പറഞ്ഞിട്ടും ആ കൺവെൻഷനാകുന്ന പറ്റി വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. യേശുവിൻ്റെ വരവിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം. യേശുവിൻ്റെ വരവ് ആയോ, അതിൻ്റെ ഡേറ്റ് എന്ന്, അതിൻ്റെ ലക്ഷണം എന്ത്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്ത്, അതെങ്ങനെയാണ് സംഭവിക്കുക, സംഭവിക്കുമ്പോൾ എന്തെല്ലാം കാര്യം സംഭവിക്കും എന്ന് ശാസ്ത്രീയമായിട്ട്, ആത്മീയമായിട്ട്, മതപരമായിട്ട്, പ്രപഞ്ചപരമായിട്ട്, ടെക്നോളജിക്കലായിട്ട്, അറിവിൻ്റെ തലത്തിൽ, അതീന്ദ്രിയ തലത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ എല്ലാം എഴുതി വെച്ച വചനമാണ് വിശുദ്ധ ലിഖിതങ്ങൾ. അത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എഴുതപ്പെട്ട ലിഖിതങ്ങൾ, വിശുദ്ധ ലിഖിതങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനവും ഏറ്റവും മർമ്മപ്രധാനവും ഏറ്റവും നിഗൂഢമായിരിക്കുന്നതുമാണ് വെളിപാട് ഗ്രന്ഥങ്ങൾ. വെളിപാട് ഗ്രന്ഥത്തിലെ തിരുവചനങ്ങൾ. ആ തിരുവചനത്തെ ആസ്പദമാക്കിയാണ് യഥാർത്ഥ ക്ലാസ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുമ്പസാരത്തിൻ്റെ ക്ലാസ്സുകൾ വ്യത്യസ്തമാണ്. അത് കേട്ടവർക്കറിയാം. കേട്ടവർ തന്നെ പറയുന്നുണ്ട്, ഇത് നമ്മൾ കേട്ട പോലെ അല്ലെന്ന് അവർ പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുമ്പസാരത്തിൻ്റെ ക്ലാസ്സുകൾ, ശാസ്ത്രീയമായ ക്ലാസ്സുകൾ, എന്താണ് ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ച് ബൈബിളിൽ എന്തെഴുതപ്പെട്ടിരിക്കുന്നു, പത്രമാസികളെക്കുറിച്ച് ബൈബിളിൽ എന്തെഴുതപ്പെട്ടിരിക്കുന്നു, മൊബൈൽ ഫോണിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ, ടെലിവിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ലോകാവസാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ, ഗ്രഹിക്കാൻ, എന്നിട്ടൊന്നും ഒരുങ്ങാനുള്ള സമയമായിട്ടുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക. ഡേറ്റുകൾ ഒരു 4-5 ദിവസത്തിനുള്ളിൽ വ്യക്തമായിട്ട് ഡേറ്റുകൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിനായി ഈ കാലഘട്ടം അത്രയും നിങ്ങൾ ഒരുങ്ങി വന്നവർക്ക് നന്ദി പറയുന്നു. ഇനി ധാരാളം ആളുകൾ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്കൊക്കെ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ അതും ദൈവികമായ പ്രവൃത്തികളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ മഹത്വമായിട്ട് നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും സന്തോഷവും നമുക്കെല്ലാവർക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ധ്യാനത്തിനായിട്ട് ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആരംഭിക്കാവുന്നതാണ്. ജൂൺ മാസത്തിലെ 2ാമത്തെ ആഴ്ചയിൽ ഡേറ്റ് പ്രഖ്യാപിക്കാം. ജൂൺ മാസത്തിലെ 2ാമത്തെ ആഴ്ചയാണ് ധ്യാനം നടക്കുന്നത്. നിങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുണ്ട്. അതുകൊണ്ട് ഡേറ്റ് മാത്രം അടുത്ത് തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതുവരെ നമുക്ക് കർത്താവിന് വചനം ശ്രവിക്കാൻ വേണ്ടി പ്രാർത്ഥനാപൂർവമായിരിക്കാം, വിശുദ്ധിയോടെ ആയിരിക്കാം, ഉപവാസത്തോടെ ആയിരിക്കാം. കർത്താവ് മത്തായിയുടെ സുവിശേഷം പറഞ്ഞു, നിങ്ങളും തയ്യാറായിരിക്കണം. എൻ്റെ ജനമേ, അവിടുന്ന് ഓടിയകലുവിൻ, ഓടിയകന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവിൻ, വിശുദ്ധിക്ക് വേണ്ടി യജ്ഞിക്കുവിൻ, മഹത്വം, കർത്താവിൻ്റെ മഹത്വം അറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവിൻ. ഇതെല്ലാം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഉപസിച്ച് പ്രാർത്ഥിക്കണം. വസ്ത്രധാരണത്തെ ശ്രദ്ധിക്കണം, ഭക്ഷണപദാർത്ഥങ്ങളെ ശ്രദ്ധിക്കണം, കണ്ണുകൾ കാതുകൾ മുഴുവൻ ശ്രദ്ധിക്കണം. അബദ്ധത്തിൽ മോശമായിട്ടൊന്നും കണ്ടുപോകരുത്, കേൾക്കുപോകരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർവശക്തനായ ദൈവം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കോപത്തിൻ്റെ ദിനമല്ല, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനമാണ് വരുന്നത്. കോപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് ക്രോധം. അത് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്. അപ്പോൾ കോപത്തിൻ്റെ കാലം കഴിഞ്ഞ് ഇനി ക്രോധത്തിൻ്റെ കാലമാണ്. ക്രോധത്തിൽ ആണവസ്ഫോടനങ്ങളാണ്. ആണവസ്ഫോടനങ്ങൾ അതോടനുബന്ധിച്ച് വരുന്ന എല്ലാ തകർച്ചകളും ലോകത്തിലേക്ക് ഇങ്ങനെ കെട്ടഴിച്ചു വിടുന്ന ഒരു അണക്കെട്ടിൻ്റെ കെട്ടഴിച്ചു വിട്ടാൽ വെള്ളം വരുന്ന പോലുള്ള സംഭവങ്ങൾ വരാൻ വേണ്ടിയിരിക്കുകയാണ്. ഈ വർഷത്തെ കാലാവസ്ഥയിൽ വളരെ ഭയാനകമായ സംഭവങ്ങൾ കേരളത്തിൽ സംഭവിക്കും. ഇക്കൊല്ലത്തെ മഴയുടെ ദുരന്തങ്ങൾ വളരെ വലുതായിരിക്കും. കാരണം അതിൻ്റെ മുന്നറിയിപ്പോടു കൂടിയാണ് ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 5-6 ജീവൻ ഇടിമിന്നിട്ട് തന്നെ കേരളത്തിൽ ആൾക്കാർ മരിച്ചുപോയി, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതാണിപ്പോഴെങ്കിൽ ഈ വർഷം എന്തായിരിക്കും, ദുരന്തങ്ങളുടെ കാലമാണെങ്കിൽ കേരളത്തിൽ ശരിയായ ദുരന്തം സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന്,
മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ എന്തും ഏതും സമയത്ത് സംഭവിക്കാം. എപ്പോഴാണ് നമ്മുടെ ജീവൻ പോകുന്നത്? നമുക്കെന്ത് സുരക്ഷിതത്വമാണ് ഈ ലോകത്തുള്ളത്? നമ്മളെ ആരാണ് സുരക്ഷിതമായിട്ട് നോക്കുന്നത്? അല്ലെങ്കിൽ വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥന പോലെ നിൽക്കുന്നവരെ കർത്താവ് എങ്ങനെയായിരിക്കും സംരക്ഷിക്കുക? തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ജ്ഞാനപൂർവ്വം, അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാന വെളിപ്പെടുത്തൽ തലത്തിലും ഗ്രഹിച്ചേ പറ്റൂ. ഗ്രഹിക്കാത്തവർ വേദന അനുഭവിക്കേണ്ടി വരും. അതിനാൽ പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് ഡേറ്റിങ്ങും കാര്യങ്ങളും ഏകദേശം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനായി നമ്മെ ഓരോ സമർത്ഥമായി ഈ സർവശക്തനായ യേശുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുലിഖിതങ്ങൾ എൻ്റെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ എൻ്റെ ആത്മാവിനെ ഉത്തേജിപ്പിക്കട്ടെ, വിശദീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരത്വം നമ്മെ ഓരോരുത്തരും രൂപാന്തരപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മഹത്തായ വരവിന് വേണ്ടി നമുക്ക് ആത്മീയമായും ഭൗതികമായും വിശുദ്ധിയുടെ തലങ്ങളിലും ആത്മീയ നന്മപ്പെടുത്തിയ തലങ്ങളിലും എല്ലാം ഒരുങ്ങുവാനുള്ള അനുഗ്രഹം നമ്മളെ ലഭിക്കുമാറാകട്ടെ. അതിനായിട്ട് സർവ്വസ്നായ യേശു നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.